ഹായ്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 പുതിയൊരാഴ്ച ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ പുതിയൊരാഴ്ച ആരംഭിക്കുന്നത് ശരിക്കും ഒരു മിഡ് വീക്ക് എവിക്ഷൻ്റെ ഒരു സൂചന നൽകിക്കൊണ്ടാണ്. ഈ മിഡ് വീക്ക് എവിക്ഷൻ നടക്കാൻ പോകുന്നത് ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഏതോ ഒരു സമയത്താണ്. ആൻഡ് ഇതിൽ 2 വ്യക്തികൾ ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6 പേരുടെ പേരാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ആളുടെ പേര് കേട്ടപ്പം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. അത് നമുക്കറിയാം, അനീഷാണ്. അനീഷിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ അനീഷ ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനീഷിൻ്റെ പേര് നോമിനേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അത് ഒട്ടും സർപ്രൈസിങ് അല്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അനീഷ്. ആൻഡ് അടുത്ത ആളെന്ന് പറയുന്നത് സരികയാണ്. സരിക, ഒനിൽ, രേണു സുധി, റെന ആൻഡ് ഷാരിക, ഇത്രയും പേരുടെ പേരാണ് ബിഗ് ബോസ് ഹൗസിൽ അടുത്ത എവിക്ഷന് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ ഒരു എവിക്ഷൻ നടക്കുന്നത്. കംപ്ലീറ്റ്ലി ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ടാസ്ക്. ഇവർക്ക് കൊടുക്കുന്ന ടാസ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആൻഡ് ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെല്ലാവർക്കും ബിഗ് ബോസ് ഓരോ കണ്ണട കൊടുത്തിട്ടുണ്ട്. ഈ കണ്ണട എവിക്ഷൻ കഴിയുന്നത് വരെ ഇവർക്ക് ഊരി മാറ്റാൻ പറ്റുന്നതല്ല. അത് ശരിക്കും ബിഗ് ബോസിൻ്റെ വളരെ ക്ലെവർ ആയിട്ടുള്ളൊരു മൂവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് രേണു സുധി. പക്ഷേ ഹൈപ്പിനൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാനായിട്ട് രേണു സുധിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഈ കഴിഞ്ഞ വീക്കിൽ ഏകദേശം മനസ്സിലായി. കാരണം ഒരു വേണ്ട രീതിയിലുള്ള സ്ട്രാറ്റജി ഉപയോഗിച്ചുള്ള ഒരു ഗെയിം അല്ല ശരിക്കും രേണു സുധി ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കാഴ്ചവെക്കുന്ന. വളരെ ലൈറ്റായിട്ട് എനിക്ക് വീട്ടിൽ പോകണം, ഇവിടെ നിൽക്കുന്നതിലുകൊണ്ട് വലിയ താല്പര്യമില്ല എന്നുള്ള രീതിയിലുള്ള ബിഹേവിയറൊക്കെയാണ് രേണു സുധി കുറച്ച് നാളായിട്ട് ബിഗ് ബോസ് ഈ ഒരു കഴിഞ്ഞ വീക്കിൽ ശരിക്കും പറഞ്ഞാൽ രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്നത്. മിഡ് വീക്ക് എവിക്ഷൻ ടാസ്കിൽ തന്നെ ഉൾപ്പെടുത്തണം, തനിക്ക് വീട്ടിൽ പോയാൽ മതി എന്നൊക്കെ രേണു സുധി പറഞ്ഞത് നമ്മൾ കേട്ടിരുന്നു. ആൻഡ് ബിഗ് ബോസിൻ്റെ തീരുമാനം എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇനി കാത്തിരിക്കുന്നത്. ആൻഡ് ഈ പറയുന്ന 6 പേരിൽ ആരൊക്കെയായിരിക്കും എവിക്ഷനിൽ പുറത്ത് പോകുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. സോ കണ്ടിന്യൂ വാച്ചിങ് ബിഗ് ബോസ് സീസൺ 7.